ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് നവറാസ് കിച്ചൺ. അപ്പോൾ നവറാസ് കിച്ചൻ്റെ മറ്റൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരു ആലു പൊറാട്ടയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണല്ലോ ആലു പൊറാട്ട. ഉണ്ടാക്കിയെടുക്കാനും തന്നെ വളരെ ഈസിയാണ്. നമ്മൾ കുറേ കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഇതൊരു സാധനം ഉണ്ടാക്കിയാൽ മതി. ഇതിലേക്ക് ശരിക്കും വേറെ കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല. ഒപ്പം വേണമെങ്കിൽ എന്തെങ്കിലും ചട്നിയോ കാര്യങ്ങളോ എന്തെങ്കിലും മതി. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആലു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ മുന്നായിട്ട് നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഞാനിതാ ഇവിടെ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. 2 കപ്പ്, സോറി മൈദപ്പൊടിയല്ല ആട്ടപ്പൊടിയാണ്. 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനത് ഒരു ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം അതിൻ്റെ കപ്പിനെ അളവാക്കിയിട്ടാണ് ഞാൻ 2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ സാധാ ചപ്പാത്തി തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പം ഞാനിതാ ആ ഫുഡ് പ്രോസസ്സറിലേക്ക് പൊടി ഇട്ടു, അതിലേക്ക് ഉപ്പും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഓയിലും കൂടി ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ചപ്പാത്തിയുടെ ഡോ. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് ആദ്യം മിക്സ് ആക്കി എടുക്കാം. ഇപ്പം അത് അതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ഫുഡ് പ്രോസസ്സറിൻ്റെ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ലൈന് കാണിച്ചിട്ടുണ്ട് വാട്ടർ എന്ന് എഴുതിയിട്ടുള്ള. അവിടെയാണ് നമ്മൾ ഒരു കപ്പ് അതിനൊരു കപ്പ് ആട്ട എടുക്കുമ്പോൾ ആ ഒരു അളവിലാണ് വെള്ളം ചേർക്കേണ്ടത്. അപ്പം അങ്ങനെ വെള്ളം ചേർത്ത് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഒന്നും കൂടെ കൊണ്ടുപോയി കുഴച്ചെടുത്തതാണ് മിക്സിയിൽ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിനെ യോജിപ്പിച്ച് ഒന്ന് റോളാക്കാവുന്ന പരുവത്തിൽ ഒന്ന് ആക്കിയെടുക്കാം. അപ്പം ഞാനിതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വെള്ളവും പാകത്തിനാണ്. നമ്മൾ കുറച്ച് ഓയിലൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് പാത്രത്തിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. അപ്പം ഞാൻ അതിൽ കുറച്ചും കൂടെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എണ്ണ തടവിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 5-6 ഉരുളക്കിഴങ്ങ് ഉണ്ട്. കാരണം ഇത് നല്ല ചെറിയ ഉരുളക്കിഴങ്ങാണ്. ഒരു എന്താ പറയുക, അതിൻ്റെ തൊലി സാധാരണ ഉള്ള മാതിരി ബ്രൗൺ കളർ തൊലിയല്ല ഉള്ളത്. ഒരു പിങ്ക് കളറായിട്ടുള്ള പൊട്ടാറ്റോ കിട്ടുമല്ലോ തൊലി, ആ ഒരു പൊട്ടാറ്റോയാണിത്. അപ്പോൾ അതാണെങ്കിൽ നല്ല ചെറിയ ടൈപ്പ് സാധനമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ ചപ്പാത്തിയുടെ അളവനുസരിച്ച് നിങ്ങൾ അതിനേക്കുള്ള ഫില്ലിങ്ങിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. അപ്പം ഞാനിതാ ആ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് മാഷാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത ശേഷം ഞാനിതാ സവാള ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. 2 സവാള നന്നായിട്ട് ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കുക. ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടുക. ചപ്പാത്തിയിൽ നമ്മൾ ചപ്പാത്തിയുടെ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മസാലക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മതി. ചില ആളുകൾ ഇത് മസാല കുക്കാക്കിയിട്ട് ഫില്ലിങ് കുക്കാക്കിയതിൻ്റെ ശേഷം നമ്മൾ എന്താ പറയുക ചപ്പാത്തിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കും. പക്ഷെ ഞാനിത് കുക്കാക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത്, കാശ്മീരി ചില്ലിയാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ അളവ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതൊക്കെ കൂട്ടണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല. പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി അതേതെങ്കിലും മതി. കാരണം അധികം എരിവ് അധികമായി പോകണ്ട. ഞാൻ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് അത്ര തന്നെ എടുക്കുന്നുള്ളൂ. ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം അതാ നന്നായിട്ട് നമ്മൾ മസാല കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയും തന്നെ കുറച്ചധികം നേരം ഇരുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി അതിൽ നിന്നൊരു ബോളാക്കി എടുക്കുക. ഒരു റോൾ എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ബോളാക്കിയിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫില്ലിങ് തയ്യാറാക്കിയതിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് ആ ഫില്ലിങ്ങിനെ അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് വീണ്ടും അത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ആലു പൊറോട്ടയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ എല്ലായിടത്തും നല്ല കറക്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലായിടത്തും ഫില്ലിങ് ഫുള്ളായിട്ട് വന്നിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ എല്ലാ എന്താ പറയുക ബോൾസും അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം പൊടി ഇട്ടിട്ട് പതുക്കെ കൈ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക, റൗണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് പ്രസ് കൊണ്ട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ നടു മാത്രം ഇട്ടിട്ട് പരത്തരുത്, ഒന്നിച്ച് പരത്തിയെടുക്കണം. അതുപോലെ തന്നെ കുറച്ചൊന്ന് കട്ടി ഉണ്ടായിക്കോട്ടെ, പറ്റ കട്ടിയില്ലാതായി പോവണ്ട. അപ്പം ഞാനിത് തയ്യാറാക്കിയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊന്നും അധികം കട്ടി കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒറ്റ പൊള്ളനായിട്ട് നേരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് ഞാൻ കട്ടി കുറച്ചിട്ട് ചെയ്തു, പക്ഷെ അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിയുടെ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ഒരു സൈഡ് വെച്ചിട്ട്, പക്ഷേ സാധാരണ ചുടുന്നതിനേക്കാളും കുറച്ചധികം ടൈം എടുക്കണം. കാരണം ഇതിൻ്റെ മുകളിലേക്ക് ചൂടെത്താൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ കുറച്ച് ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഒക്കെ അടുത്ത് ഒരു സൈഡ് അങ്ങനെ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതാ ഞാൻ മറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ മറിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ തടവിയിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും മറിച്ചിട്ടിട്ട് മറ്റേ സൈഡിലും കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ആക്കി കൊടുക്കുക. ഇപ്പം അതാ പൊങ്ങി വരുന്നുണ്ട് അത്യാവശ്യമൊക്കെ സൈഡ്. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെത് കുറച്ച് എന്താ പറയുക തിന്നായിപ്പോയി, കട്ടി വളരെ കുറഞ്ഞു ആയതുകൊണ്ടാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ റെഡിയാക്കിയപ്പോൾ നന്നായി പൊങ്ങി, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന മനസ്സിലാവുണ്ടാവും, ഒട്ടും ബലത്തിലും ഡ്രൈ ആയിട്ടും അല്ല ഉള്ളത്, നല്ല സോഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ആലു പൊറോട്ട തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഡിന്നറായിട്ടൊക്കെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാം. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് അധികം ഉണ്ടാവുക. അപ്പോൾ വേണമെങ്കിൽ ഒരു ചട്നിയൊക്കെ സ്റ്റെപ്നി ആയിട്ട് കൂട്ടിയിട്ടൊക്കെ കഴിച്ചു നോക്കാം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.